ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുൻപ് ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് 3 ഓഫ് പെറ്റക്കിൾ ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഒരു കമ്മ്യൂണിറ്റിയാണ് കാണിച്ചു തരുന്നത്. ഒരു ടീം വർക്കാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ വളരെയേറെ സന്തോഷിച്ചിരുന്ന നിമിഷങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ ഈ കാർഡ് പറയുന്നത് ഷെയറിങ് ആൻഡ് ലിസണിങ് എന്നാണ്. ഒരു ടീം വർക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയിരുന്ന നിങ്ങളുടെ ബന്ധത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ചിലപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കണം നിങ്ങളും അവരും കണ്ടുമുട്ടാനായിട്ടുള്ള ആ ഒരു സാഹചര്യം യൂണിവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നു, ഒരുപാട് അറിവുകൾ നേടുകയും അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഓർത്തെടുക്കാം, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു കണ്ടുമുട്ടിയത്. നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളെ ഇവിടെ കാണിച്ചു തരാണ്. നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു പാസ്റ്റ് ലൈഫിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. ഇവിടെ യൂണിവേഴ്സ് ഒരു കാര്യം കൂടി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് സാധിപ്പിച്ചെടുക്കാനായിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു നിമിഷത്തിൽ എന്തെന്നറിയില്ല, വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നിരുന്നു. നിങ്ങൾ എന്താഗ്രഹിച്ചാലും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് സാധിക്കുന്നത് പോലെ കാണിക്കുകയാണ്. ആ ഒരു നിമിഷത്തിലാണ് നിങ്ങൾ വളരെയേറെ സന്തോഷിച്ചിരുന്നത് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ അറിവുകൾ നേടുന്ന അല്ലെങ്കിൽ അറിവുകൾ പകർന്നു കൊടുക്കുന്ന നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ നല്ല നിമിഷത്തെ പാസ്റ്റ് ലൈഫിനെയാണ് ഇവിടെ കാണിക്കുന്നത്. സെക്കൻഡ് കാർഡ് 8 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ സെപ്പറേഷൻ വന്നതിന് ശേഷം നിങ്ങൾക്കുണ്ടായ ആ ഒരു സിറ്റുവേഷനെയാണ് കാണിച്ചു തരുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സെപ്പറേഷൻ ആയിട്ടുള്ള ആ ഒരു നിമിഷത്തെയാണ് ഈ കാർഡ് പറയുന്നത്. അവർ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയ ആ ഒരു നിമിഷത്തിൽ നിങ്ങൾക്കുണ്ടായത് സ്റ്റക്ക് എനർജിയാണ്. മറ്റുള്ള വ്യക്തികളാൽ നിങ്ങൾ കെട്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ കണ്ണുകൾ കെട്ടിയ പോലെ, നിങ്ങളുടെ ശരീരം മുഴുവനും വരിഞ്ഞു മുറുകി കെട്ടിയതുപോലെ ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയിലൂടെ ആ ഒരു ടൈമിനെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ആ പീരീഡിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ബോൾഡായി നിൽക്കുന്നുണ്ടാവാം, പക്ഷേ നിങ്ങൾ മാത്രമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്റ്റക്ക് എനർജിയാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറയാം. നിങ്ങൾ വളരെയേറെ വിഷമിച്ചിരുന്ന ആ ഒരു സമയത്തെ, ആ ഒരു സന്ദർഭത്തെ ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരാണ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഓൾഡ് സ്റ്റോറിയാണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നു. വളരെയേറെ സങ്കടപ്പെടുന്ന നിങ്ങളെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. നിങ്ങൾ പോയിട്ടുള്ള ആ ഒരു അവസ്ഥയെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. നിങ്ങൾ ഹീലാവാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ശ്രമിച്ചിരുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങൾക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള പാസ്റ്റിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാണ്. അവരെ മറക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരികയാണ്. റീകണക്റ്റിംഗ് വിത്ത് പീപ്പിൾ ഫ്രം ദി പാസ്റ്റ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾക്ക് വളരെയേറെ അവർ മിസ് ചെയ്തിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ സന്തോഷം കണ്ടെത്തിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണുമൊത്തുള്ള ആ ഒരു നിമിഷത്തിലാണ്. നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി വന്നിട്ടുള്ളത് ആ ഒരു നിമിഷത്തിലാണെന്ന് ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരികയാണ്. ഇവിടെ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ഇമോഷൻ എന്ന് പറയുന്നത് വളരെയേറെ ഡിസപ്പോയിൻമെൻ്റ് ആണ് കാണിക്കുന്നത്. ഹാർട്ട് ബ്രോക്കൺ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞപ്പോൾ നിങ്ങളെടുത്ത ആ ഒരു തീരുമാനത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെടുത്ത ആക്ഷനെ, ഇപ്പോഴത്തെ സാഹചര്യമാണ്. നിങ്ങളാണ് നിങ്ങളുടെ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങളിലേക്ക് വന്നു. അപ്പോൾ നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ പോവാണ്. നിങ്ങൾ താൽക്കാലികമായിട്ട് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു തീരുമാനത്തെ, ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അവരെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അവരെക്കുറിച്ചുള്ള ഓർമ്മകളില്ലാഞ്ഞിട്ടല്ല, എങ്കിലും ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ എൻ്റെ കാര്യങ്ങൾ വൃത്തിയായി മുന്നോട്ട് പോവില്ല. ഞാൻ ആഗ്രഹിച്ച എൻ്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താനായിട്ട് പറ്റില്ല.
ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ എൻ്റെ പേഴ്സൺ എന്നിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്, ആ ഒരു കാര്യം എന്താണെങ്കിലും യൂണിവേഴ്സ് തീരുമാനിക്കട്ടെ. തിരിച്ചറിവ് വരികയാണെങ്കിൽ അവർ എന്നിലേക്ക് എത്തട്ടെ. ഇവിടെ ഞാൻ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. ഞാൻ എൻ്റെ ലക്ഷ്യത്തെ ഇനി കണ്ടില്ലെങ്കിൽ, ഞാൻ മുന്നോട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, എൻ്റെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ലാതെ ആയിപ്പോവും. അങ്ങനെ ഒരു ചിന്ത നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നാച്ചുറൽ ബോൺ ലീഡറെയാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ എന്ന വ്യക്തിയിലെ തീരുമാനത്തെയാണ് കാണിച്ചു തരുന്നത്. യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. സെൽഫ് ലവ് ചെയ്യുക, ഹീലിംഗ് നടക്കുക, പോസിറ്റീവിനെ തിങ്ക് ചെയ്യുക, പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക. മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൺട്രോളിലേക്ക് കൊണ്ടുവരിക, മാനിഫെസ്റ്റ് ചെയ്യുക. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ഉറച്ച നിലപാടിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. എൻ്റെ വ്യൂവറുടെ എനർജിയാണ്. ഇങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളിലേക്ക് സക്സസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ്. ഒരു എംപററെ പോലെ, ഒരു കിങ്ങിനെ പോലെ ഡിസിഷൻ എടുക്കൂ. നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ്സിനെ മുന്നോട്ട് കാണുമെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സണ് മാറ്റം വരുന്നത്, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നത്. അടുത്ത കാർഡ് 9 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഒരു ഗിഫ്റ്റ് തരാണ്. ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഓൺ ദി വേ ആണ്, നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സ് നിങ്ങളുടെ സ്വപ്നങ്ങളെ കാണുന്നു, നിങ്ങളുടെ വലുതും ചെറുതുമായ ആഗ്രഹങ്ങളെ കാണുന്നു. ആ ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് കൈപിടിച്ചെത്തിക്കുകയാണ്. ഇവിടെ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആരാണ്? യൂണിവേഴ്സാണ്. നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ, നിങ്ങളുടെ ആ കരുതലിനെ മനസ്സിലാക്കിയിട്ടുള്ള യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണ് മാറ്റം കൊടുക്കാൻ പോവാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക. അത് എന്നിലേക്ക് സാധിച്ചു എന്ന് പറയുക. എന്തുമാകാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങളിലേക്ക് സാധിക്കാൻ പോവാണ്. ഇവിടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായ വിശ്വാസം, ഞാൻ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ് എന്ന തിരിച്ചറിവ്. എന്തൊരു കാര്യവും നമ്മളിലേക്ക് വരുന്നേക്കാൾ മുന്നേ നമ്മൾ എൻ്റെ ഈ ആഗ്രഹം സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നമുക്ക് സാധിപ്പിക്കുന്നേക്കാൾ മുന്നേ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, എന്നാലേ നമ്മളിലേക്ക് അത് സാധ്യമാകുള്ളൂ. പിന്നെ ജെനുവിനായിട്ടുള്ള ഒരു ആഗ്രഹമാകണം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, വെറുതെ റീഡിങ് കണ്ടതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ഡിസയർ എന്ന് പറയുന്നത് അത്രമേൽ ആഗ്രഹത്തോടു കൂടി വേണം യൂണിവേഴ്സിനോട് ചോദിക്കാനായിട്ട്. ചോദിച്ചാൽ മാത്രം പോരാ, ആ ആഗ്രഹം എന്നിലേക്ക് സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. 108 തവണ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ് ഞാൻ പറയുക. താങ്ക് യു യൂണിവേഴ്സ്, എൻ്റെ ആഗ്രഹം എന്നിലേക്ക് സാധിപ്പിച്ചു തന്നതിന്. ഇന്ന ആഗ്രഹമെന്ന് നിങ്ങൾ പറയണം. എല്ലാവർക്കും ഒന്നാവില്ലല്ലോ, ഒത്തിരി ഉണ്ടാവില്ലേ. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഗിഫ്റ്റ് തരുന്നു. അത് ഓൺ ദി വേ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് അത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളിലേക്ക് വരുന്ന അബൻഡൻ, പുരോഗതിയാണ് ഈ കാർഡ് പറയുന്നത്. ന്യൂ കണക്ഷൻ നിങ്ങളിലേക്ക് വരികയാണ്. ഇവിടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് കാണിച്ചു തരുന്നത്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു. ന്യൂ ഫൗണ്ട് ഇമോഷൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു നോ കോണ്ടാക്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഹൃദയവും അവരുടെ ഹൃദയവും ഒന്നാവാൻ പോവാണ്. ഇവിടെ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. നെക്സ്റ്റ് കാർഡ് സൺ കാർഡാണ്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അവരിലെ തീരുമാനത്തെയാണ് പറയുന്നത്. സൺ കാർഡ് കിട്ടാച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കാനില്ല, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. ഏതൊരു കാര്യമാണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ളത്, ആ കാര്യം നിങ്ങളിലേക്ക് വരികയാണ്. സക്സസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് സന്തോഷ നിമിഷങ്ങൾ വരുന്നു. ഹാപ്പിനെസ് ആണ് ഈ കാർഡ് പറയുന്നത്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ യൂണിവേഴ്സിനോട് ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ടുള്ളത്, ആ ഒരു കാര്യം നിങ്ങളിലേക്ക് സാധ്യമാവാൻ പോവാണ്.
എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങളിലേക്ക് എത്താണ്. നെക്സ്റ്റ് കാർഡ് ചാരിയറ്റ് ആണ്. സ്പീഡായിട്ടുള്ള ഒരു ആക്ഷനെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു എനർജിയാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള തയ്യാറെടുപ്പ്, അവർ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ കരിയറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രോഗ്രസ് തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ചെക്ക് എനർജി ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എത്തുന്നതായിട്ട് ഇവിടെ പറയാണ്. ആ സ്റ്റക്ക് എനർജി നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോവാണ്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കറണ്ട് ഫീലിംഗ്, കറണ്ട് എനർജി എന്ന് പറയുന്നത് സ്പീഡായിട്ടുള്ള ഒരു ആക്ഷനാണ് കാണിക്കുന്നത്. 8 ഓഫ് വാൻഡ്സ് കാർഡാണ്. നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വരികയാണ്. 9 ഓഫ് കപ്സ് കാർഡും 8 ഓഫ് വാൻഡ്സ് കാർഡും പറയുന്നത് നിങ്ങളിലേക്ക് സക്സസ് എന്നാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്രയും കാലം വിഷമിച്ചിട്ടുള്ളത്, ആ ഒരു കാര്യത്തിൽ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യാണ്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രയേഴ്സ് യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഡിസിഷനെയാണ് കാണിക്കുന്നത്, തീരുമാനത്തെ. നിങ്ങളിലേക്ക് അപ്കമിങ് പോസിറ്റീവ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് ഗുഡ് ന്യൂസ് വരാണ്. ഈ റീഡിങ് കാണുന്ന നിമിഷം നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരികയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു നിമിഷത്തിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കുകയാണ്. നിങ്ങളുടെ ഡിസയേഴ്സ് എന്താണോ ആ ഒരു കാര്യത്തിൽ, ആ ഒരു ആഗ്രഹത്തിലേക്ക് ക്വിക്കായിട്ടുള്ള ഒരു ഡിസിഷനാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് യൂണിവേഴ്സായിട്ട് തന്നെ അവരിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെ നമുക്ക് ടൈം കാർഡ് കൂടി എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്നായിരിക്കും നിങ്ങളിലേക്ക് വരിക, നിങ്ങൾ എന്നായിരിക്കും ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, നിങ്ങളോട് എന്നായിരിക്കും കുറച്ച് നേരം ഒന്ന് സംസാരിക്കുക, നോക്കാം. ഇവിടെ 3 കാർഡ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ടൈം കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് പറയുന്നത് വിത്തിൻ 1 വീക്ക് എന്നാണ്, ഒരാഴ്ചയ്ക്കുള്ളിൽ. സെക്കൻഡ് കാർഡ് ഇൻ 26 ഡേയ്സ് എന്നാണ് പറയുന്നത്, 26 ദിവസം. ഇവിടെ തേർഡ് കാർഡ് പറയുന്നത് 4 ഡേറ്റ് ആണ്, 1, 10, 19, 28 ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് മന്ത്. ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം. ഫാദേഴ്സ് ഹെൽപ്പ് എന്നാണ് പറയുന്നത്. ആരാണ് ഇവിടെ ആക്ഷൻ എടുക്കാൻ പോകുന്നത്? പിതാവ്, അല്ലെങ്കിൽ പിതാവിന് തുല്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ ആക്ഷൻ എടുക്കാൻ പോകുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ 3 കാർഡ്സ് ഉണ്ട്. അതിലൊരു കാർഡ് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ഷൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാം, മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റ് വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. 1 വീക്കിനുള്ളിൽ എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. 26 ഡേയ്സ് ആണെങ്കിൽ 26 ഡേയ്സിനുള്ളിൽ എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. ഇനി 4 ഡേറ്റുകളാണ് നോക്കുന്നതെങ്കിൽ ആ ഒരു ഡേറ്റ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ആരാണോ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, പിതാവിന് അല്ലെങ്കിൽ പിതാവിന് തുല്യമായിട്ടുള്ള ആ ഒരു വ്യക്തി ആരാണോ അവരെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക. അവരുടെ സഹായത്തോടു കൂടി എൻ്റെ പേഴ്സണിലേക്ക് വന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ ആവില്ല റെസനേറ്റ് ആവുക. ആകുന്നവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് വിട്ടുകളയാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ആ ഒരു തീരുമാനത്തെ ഇവിടെ കാണിക്കുന്നു. അതിനുള്ള സമയമായി എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ്. നിങ്ങളുടെ വലുതും ചെറുതുമായ ആഗ്രഹത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കുകയാണ്. യൂണിവേഴ്സായിട്ട് തന്നെ ഒരു ഗിഫ്റ്റ് പോലെ നിങ്ങൾക്ക് തരാണ്. ഇനി എന്താ ഞാൻ പറയേണ്ടത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ആവുക, പ്രാർത്ഥിക്കുക. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.